ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. കുറച്ചും കൂടി പഴുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പറിച്ചാലോ. ഞാൻ ഇവിടെ നനയ്ക്കായിരുന്നു, നന കഴിഞ്ഞു. ഇന്ന് അമ്മയുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമുക്ക് പോയിട്ട് അബിയു പറിക്കാം. അമ്മയെ പറഞ്ഞാൽ അവിടെ അബിയു റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അബിയു പറിക്കാം, മീനിന് തീറ്റ കൊടുക്കാം. അമ്മ എവിടെയാ? കൊള്ളി പറിക്കുന്നുണ്ട്. അബിയുവിൻ്റെ കിടക്കേക്ക് വെള്ളം ഉണ്ടാവും. അബിയു കൊത്തിയില്ലോ. ഇതുമ്മത്തിയും പഴുത്ത് തുടങ്ങിയില്ലേ ഒമ്മേൻ്റെ. അബിയു കൊത്തിയമ്മേ. കൊള്ളി പൊട്ടിങ്ങ അതിൻ്റെ ഉള്ളിൽ നിർത്തൂടെ? അബിയു കൊത്തി ഇതെന്ത് ചെയ്യാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? അയ്യോ ദേ അമ്മേ, ഇല്ലാത്ത സാധനം എങ്ങനെയാ അമ്മ ഞാൻ തരിക? അപ്പൊ നമുക്ക് ഈ അബിയു പൊട്ടിക്കാം. എന്താ ജാനു ഇവിടെ ഉണ്ട്? ചെരുപ്പ് അപ്പുറത്താ. ഈശ്വരാന്റെ അബിയു കുറെയൊക്കെ തിന്നു പോയി കിളികളത്. ഇനി നമുക്ക് എന്തായാലും ഉള്ളത് പൊട്ടിക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. ഇവിടെ എവിടെയായിരുന്നു നിൽക്കണ്ടല്ലോ. അത് കൊത്തിയുണ്ടോ? അത് പൊട്ടിക്കാം, ഇത് പൊട്ടിക്കാം. പിന്നെ അപ്പുറത്തുണ്ടായില്ലേ ഇതിനത്, അത് പൊട്ടിക്കാം. ഇപ്പം മരക്ക് വെള്ളം നല്ലോണം കിട്ടാത്ത കാരണം കൊണ്ട് വലിപ്പം അധികം വെച്ചിട്ടില്ല. ഇത് പൊട്ടിക്കാം. ഇത് കൊണ്ടുപോയി വെച്ചിട്ട് നാളെ പഴുപ്പിച്ച് കഴിക്കാം. ശരിക്കും പഴുത്തിട്ടില്ല, എന്നാലും കൊത്തി പോകുന്നത് കൊണ്ട് ഞാൻ പൊട്ടിച്ചു ഗൈസ്. അതൊക്കെ കൊത്തിപ്പോയതാ. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് കിട്ടും തോന്നുന്നുണ്ട്. ഇത് കൊത്തിപ്പോയതേ ഉണ്ടാ, ഫുള്ള് കഴിച്ചു. ഇതൊന്നും പൊട്ടിക്കാൻ ശരി. പ്രകാശം അടിച്ചിട്ട് മാറ്റാം. അത് നിറഞ്ഞോട്ടെ, കട നിറയട്ടെ. ഇനി ഇവിടെ എവിടെയോ വേറെ ഒരെണ്ണം കണ്ടിട്ടാണല്ലോ ഇപ്പോഴത്തേക്ക് വന്നതേനോ. അവിടെ രണ്ടെണ്ണമുണ്ട്, അത് പൊട്ടിക്കണം. ഇത് പോയി. ഇതൊന്നും ഉണ്ടായതൊന്നും പഴുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നല്ല കൊതുകുണ്ട്. എങ്ങനെ ഞാനിത് പൊട്ടിക്കുമ്പോഴേ കൊതു തന്നെയതാ. ഞാൻ ആ തോട്ടി എടുത്തിട്ട് വരട്ടെ. എൻ്റെ ഇവിടുത്തെ അബിയൊന്നും എത്തണല്ലേ. തോട്ടി എടുത്തിട്ട് വരാം ഗായ്സ്. തോട്ടി എടുത്തിട്ട് വരട്ടെ. തോട്ടിന് എവിടെ ഇരിക്കണോ ദൈവമേ. കാലമ്മ കൂത്ത് പിടിച്ചിട്ടേ. ഈശ്വര, തോട്ടി എവിടെയാണോ? അവിടെ നാരങ്ങയുടെ ഇവിടെ നടക്കുമ്പോൾ പേടിക്കണം മോനെ. ഭയങ്കര തോട്ടി കിട്ടിപ്പോയി. ഇപ്പം നമുക്ക് തോട്ടിയും കൊണ്ടുപോവാ, അബിയു പൊട്ടിക്കാം. അതാരവിടെ? എന്തിനാ അവിടെ നിന്ന്? ഇപ്പൊ വരാതെ 5 മിനിറ്റ്. നീ വരണ്ടെങ്കിൽ വാങ്ങട്. ഞാൻ ബാലൻസ് അബിയും കൂടി പൊട്ടിച്ചിട്ട് വരാൻ ജാനു. തോട്ടി എവിടേക്ക് ഉടക്കുന്നുണ്ട്. തോട്ടി എവിടെ ഉടക്കല്ലേ? യെസ്, തോട്ടി കിട്ടി അമ്മേ. അപ്പം അമ്മ വെട്ട് തീർക്കാണ്ടാണ് ഇങ്ങോട്ട് പോന്നേ.
ആ അങ്ങോട്ട് അയ്യോ അബിയു കൊണ്ടുവരണ്ടേ അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാ ഓരോ ഇതും. അമ്മ പൊട്ടിക്കണ്ട് വീഡിയോ എടുക്കും ബേബി. എവിടെയാണ് അങ്ങോട്ട് നീക്ക്. അയ്യോ സഭയും ഇങ്ങനെ തോട്ടി കൊണ്ട് പൊട്ടിക്കുമ്പോ അച്ഛൻ ഉണ്ടെങ്കിണ്ടല്ലോ അത് ക്യാച്ച് ചെയ്യും അല്ലേ ജനു? ഇത് പിടിച്ചിട്ടാണെങ്കിൽ ഒരു വഴിക്കാവും. ഇങ്ങനെ തിന്നാൻ വിചാരിക്കും. നമ്മ കഴിക്കണ്ട ഞങ്ങൾ കഴിക്കാം. അതല്ല കൊള്ളി പാടുപെട്ടു തിന്നണ്ടാന്നാ. ആ അമ്മയല്ലേ പറഞ്ഞ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കാന്ന്. അപ്പൊ അമ്മ പാടുപെട്ട സ്ഥിതിക്ക് ഞമ്മക്ക് കഴിക്കാനുള്ളൊരു മൈൻഡ് ഇല്ല. അപ്പൊ ഞങ്ങൾ പാടുപെടാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്താ ജാനു? വേറെ ആയിട്ട് ജാനു പോണേ. ജാനകി കുറച്ച് അബിയു കിട്ടിയിട്ടുണ്ട്. കപ്പറക്കി ഇവിടെ കൂട്ടി വെക്കുക, ഒരു കവറിലാക്കി കൊണ്ടുപോകാം. അമ്മൂമ്മയ്ക്കാണ് മൊത്തം. അല്ല അമ്മക്ക് അമ്മൂമ്മയ്ക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ആ കൊത്തിയതാന്ന് തോന്നണു. ആ അതവിടെ ഇട്ടോ. അല്ല അതിന് മുമ്പത്തെ ദിവസം ഞങ്ങള് അവിടെ വെച്ചോ. അത് തൊണ്ടല്ലേ, കുഴപ്പമില്ല. ഇതിന്റെ ഉള്ളിൽ ഓരോ മീനുണ്ടായി ജാനു. തേടി ഇങ്ങോട്ട് വാ. കൊള്ളിക്കിഴങ്ങ് അമ്മ ഹാർവെസ്റ്റ് ചെയ്ത കൊള്ളിക്കിഴങ്ങ് ഇതാണ്. അതല്ല പോനെ ദേ അവിടെ കിടക്കുന്നു. ചൂടല്ലേ അപ്പൊ കൊതുവിന് ഇവിടെ വെള്ളം നനയ്ക്കണ വശം നമ്മളെ കാച്ചാനുള്ള പരിപാടി. ബാ അങ്ങനെ നമുക്ക് ഇത്ര വ്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ മീന് തീറ്റ കൊടുക്കാൻ പോയല്ലോ. ഞാനും കവർ കൊണ്ടുപോവാട്ടാ അബിയുടെ കേട്ടാ. കൊതു പോരാണ്ട് തുമ്പ അടക്കണ്ട്. തുമ്പ ചൊറിയാനായിട്ട്. ഇവിടെ ഈശ്വരൻ്റെ മീനുകളൊന്നും കാണാണ്ടായല്ലോ. വലുതായി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനും കവറിൽ പറക്കിട്ടോട്ടാ. ദേ വരുന്നു അമ്മ. ആ മീനുണ്ട്. മീന് തീറ്റ കൊടുത്തു കഴിഞ്ഞു. ഐ ആം കമ്മിങ്. എവിടെയാ? കം. പറക്കിട്ടല്ല നടന്നോ നീ ഫ്രണ്ടിലോട്ട്. ആ പൈപ്പിന്റെ ഇത് ഓഫ് ചെയ്തിട്ടില്ല ജാനു. ഒരു മിനിറ്റേ നിക്കടി അമ്മയുണ്ടീ. വാൽവ് ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഓ കാലൊക്കെ ചൊറിഞ്ഞിട്ട് എനിക്ക് ലാൻഡ്സ്കേപ്പിലത്തെ നമ്മുടെ മുളയുടെ എല്ലാ കാറ്റത്ത് അത് മൊത്തം ക്ലീൻ ആക്കാനുണ്ട്. അപ്പം അതും കൂടി ഇത് പിടിച്ച ജാനു. അമിത അടക്കട്ടെ കയറ്റ്. അപ്പൊ കാല് കഴിക്കാൻ ശരിയാവും. ഇത് വാങ്ങിച്ചതല്ല. വാ കുഴപ്പമില്ല. കേറടാ. കേറിപ്പോവോ? അമ്മ കൊള്ളി നന്നാക്കല് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോട്ടാ.
പുഴുങ്ങിയിട്ട് വന്നാൽ മതി. ഞാൻ ആ ലാൻഡ്സ്കേപ്പിന് ക്ലീൻ ആക്കാൻ പോകും. ജാനു ബേബി അത് കഴിച്ചു കഴിഞ്ഞാലേ കൊള്ളി പുഴുങ്ങിയിട്ട് കഴിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ഈ ഗോൾഡൻ ബാമ്പു വയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ, നമ്മുടെ ജനലിലൂടെ നോക്കുമ്പോൾ നല്ല രസമല്ലേ. അത് നല്ല രസമായിട്ട് തന്നെ ഇരിക്കണം എന്ന് വെച്ചാൽ ആ പുല്ലൊന്നും നാശാവാണ്ടിരിക്കണമെങ്കിലേ നമ്മളതെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അമ്മേ ഞാനേ പുറത്തിരുന്ന് വിളിച്ചത് എന്താന്ന് വെച്ചാ ഇവിടെ വന്നിരുന്നേക്കട്ടെ. ഞാൻ എവിടെയാണോ അവൾ അവിടെ വന്നിരിക്കും കേട്ടോ, പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ ഞാനിതെല്ലാം സ്പീഡിലിട്ട് കേൾപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിക്കിളികളും വലിയക്കിളികളുടെയൊക്കെ സൗണ്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തം സ്പീഡിലിട്ട് കളയാത്തത് കേട്ടോ. എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഓടിച്ചാടി വേഗം പണിയെടുത്ത് തീർക്കാം അല്ലേ. ഞാൻ അപ്പുറത്തിരിക്കുന്ന അമ്മൂമ്മ കണ്ടുണ്ടാവില്ല എന്ന് കാണിച്ചു അപ്പുറത്ത്. ഇതെന്നും ഞാൻ തന്നെയല്ല കേട്ടോ ക്ലീൻ ചെയ്യണേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് വയ്യ, എന്തെങ്കിലും തിരക്കുകളുണ്ട്, എന്തെങ്കിലും ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും വിളിച്ച് മൊത്തത്തിൽ ക്ലീൻ ചെയ്യിപ്പിക്കും. അത് ഒരു ദിവസം നിർത്തുമ്പോൾ എന്തായാലും ബാക്കിൽ നമ്മുടെ പറമ്പും ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് ഗാർഡനും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നനപ്പിച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് നനപ്പിച്ച് മൊത്തത്തിൽ ഒരു ദിവസത്തെ പണി എന്നുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നിർത്തൂട്ടാ. അതിപ്പോൾ പ്രശാന്ത് ഏട്ടനോട് പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടൻ്റെ നമ്മുടെ ഹിന്ദിക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചേച്ചിമാരെ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് മൊത്തത്തിൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാ പണി ഞാൻ തന്നെയാണ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് സഹായം വേണ്ടപ്പോൾ ഞാൻ സഹായം വേണ്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്കാണെങ്കിലും ജാനുവിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഈ ഇതിൻ്റെയൊക്കെ ഓരോ അലർജിയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. ഞാനതിന് പ്രത്യേകിച്ച് ഗുളികകളൊന്നും കഴിക്കണില്ല, അമ്മ അതിൻ്റെ ടാബ്ലറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അലർജി ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഇത് കഴിയണ വശം അങ്ങോട്ട് കുളിക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. വൈകുന്നേരം സമയങ്ങളിലാണ് ഇത് ചെയ്യാറ് കൂടുതലും ഞാൻ കേട്ടോ.
പിന്നെ നമ്മൾ ഈ മുറ്റത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ പുല്ലാണോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഈ സ്റ്റോണിൻ്റെ ഇടയിലായിട്ട് അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, അതാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ 2 സൈഡിലും പിന്നെ ആ ഒരു ത്രികോണാകൃതിയിൽ നമ്മുടെ കിണറിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത് ഒറിജിനൽ പുല്ല് തന്നെയാണ്. പേൾ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ സ്റ്റോൺ ഏതാന്ന് വെച്ചാൽ ഒറിജിനൽ കരിങ്കല്ല് തന്നെ, നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കേട്ടോ. പഠിക്കാനിരുന്ന ഏത് സമയവും വാഷ്റൂമിൽ പോക്കും വെള്ളം കൂടി തന്നെയാണ് ജാനുവിനും നംശുവിനും കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പായിട്ട് കാണുന്ന മരം ടെർമിനാലിയാണ്. ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ട് എന്നാലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഗ്രീൻ കളറിൽ സ്റ്റെപ്പായിട്ട് കാണുന്നത് ഗ്രീൻ ടെർമിനാലിയാണ്. ഇതിൻ്റെ ഒരു വൈറ്റ് നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബുദ്ധ ബാമ്പു ആണ് ഞാൻ നിൽക്കണത്, ഇപ്പോൾ അതിൻ്റെ താഴെയാണ്. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഗോൾഡൻ ബാമ്പു, ആ ചുമര് ചേരെ വെച്ചിരിക്കുന്നത് ബോർഡറായിട്ട് വെച്ചിരിക്കുന്നത് ഗോൾഡൻ ബാമ്പു. പിന്നെ ഒരു ലിച്ചി പാമാണ് ഈ 2 സ്റ്റെപ്പായിട്ടുള്ള മരങ്ങളുടെ നടുക്ക് നിൽക്കുന്ന അടയ്ക്കാരം പോലത്തെ ഒരു സംഭവം. പിന്നെ ഗോൾഡൻ എന്തോ ഒരു സംഭവമാണ് അറ്റത്ത് നിൽക്കണത് മഞ്ഞ ഇലകളായിട്ട്. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൂക്കളിടുന്ന ചെടികളായിട്ട് ചെത്തികളും അതുപോലെ നമ്മുടെ കടലാസ് റോസ് ഉണ്ടല്ലോ, ബൊഗൈൻവില്ല, അതൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. മെയിൻ്റനൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നന്നായിട്ട് നന കൊടുക്കും. പിന്നെ ഈ പുല്ല് വെച്ച ആൾക്കാർ തന്നെ വന്നിട്ട് ഇടയ്ക്ക് അതിനുള്ള മരുന്ന് കാര്യങ്ങൾ അടിക്കും. പിന്നെ അത് കട്ട് ചെയ്ത് ലെവലാക്കി പോവാറുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ക്ലീനാക്കി കൊടുക്കും, നന്നായി നനച്ചു കൊടുക്കും. അതൊക്കെ തന്നെയാണ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ മെയിൻ്റനൻസ് ആയിട്ട്. കാര്യം ഇതുപോലെ ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭംഗിയിൽ സൂക്ഷിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ പണിയെടുക്കണം. അതൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതിനൊക്കെ ഒരാളെ വെക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി. എന്നുവെച്ചാൽ വെറുതെ ചെയ്തിട്ടിട്ട് നാശാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങൾ. ഈസി ആയിട്ട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. എന്നാൽ നമുക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. പഠിക്കാനിരിക്കുമ്പോഴാണ് ഓരോന്ന് ഓർത്ത് ഇങ്ങനെ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ 2 പേരും. നംശു ഇതിപ്പോൾ എത്തും, കുളിക്കാൻ കയറിയേക്കാണ്. അമ്മോടെ അപ്പുറത്ത് ബക്കറ്റ് ഉണ്ട് അമ്മ, അതിൽ ഈ അടിച്ചു കൂട്ടിയതെല്ലാം വാരി ആ ചെടിയുടെ കടക്കേക്ക് ഇടുമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കൊള്ളി പുഴുങ്ങിയത് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ട് അത് പുഴുങ്ങിയോ ഇല്ലയെന്ന് നോക്കാൻ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറയാം, എൻ്റെ അമ്മ കൊള്ളി പുഴുങ്ങാനായിട്ട് കൂടെ നിൽക്കണമെന്നൊന്നുമില്ലല്ലോ, അതവിടെ ഓണാക്കി വെച്ചിട്ട് അമ്മ ഇങ്ങോട്ട് പോരേന്ന് പറയുകയാണ്. അപ്പം എനിക്ക് ബക്കറ്റ് എവിടെയൊന്നും അറിയില്ലടി. അപ്പോൾ ഞാൻ ജാനുവിനോട് പറഞ്ഞതാണ് കേട്ടോ, ജാനു അമ്മൂമ്മയ്ക്ക് ഒന്നും അറിയില്ല, ജാനു ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇത് ഭയങ്കര വലിയൊരു പണിയായിട്ടൊക്കെ തോന്നും കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത് ചെയ്തതാ ഇതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ അങ്ങനെ ഗ്രീനായിട്ട് കാണുമ്പോണ്ടല്ലോ, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടും കേട്ടോ ബാക്കിയും കൂടി ചെയ്യാനായിട്ട്. പിന്നെ ഫുള്ളി നമ്മൾ ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് കാണില്ലേ, ആ കിട്ടുന്നൊരു സന്തോഷം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അത് അത്രയും സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. അത് ചെയ്യുമ്പോഴേ അറിയുള്ളൂ, പറഞ്ഞാലൊന്നും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇത്രയും പണിയെടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കും. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അത് നമുക്ക് ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര ഒരു സന്തോഷം തരുന്ന പരിപാടിയാണ്. അത് എനിക്ക് കേട്ടോ, എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ അത്രയും സന്തോഷം കിട്ടണമെന്നില്ല. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്തൊന്നും ഞാൻ ഇതിനിറങ്ങാറില്ല. നല്ലോണം സമയമുള്ളപ്പോൾ തന്നെയാണ് ഇതിനിറങ്ങിയിട്ട് കാര്യമുള്ളൂ. പകുതിക്ക് വെച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കതൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ്.
ഈ കേൾക്കുന്ന സ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗോൾഡൻ ബാമ്പൂലുള്ള ഓരോ കിളികളുടെയാണ് കേട്ടോ. ഒരുപാട് കിളികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. മഞ്ഞക്കറുമ്പനുണ്ട്, തൊപ്പിക്കിളികൾ കണ്ടമാനമുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫിഞ്ചസുകൾ, പിന്നെ നമ്മുടെ മഞ്ഞക്കിളി, അങ്ങനെ വാലാട്ടിക്കിളി, അങ്ങനെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ആ സൗണ്ടൊക്കെ കേട്ടുകൊണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ടൊരു പ്രത്യേക സുഖമാണ്. ഇനി എൻ്റെ പിന്നാലെ നടക്കാൻ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവൻ്റെ വിശേഷങ്ങൾ കേട്ട് അവന് പഠിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ അവനും പോയിരുന്ന് പഠിച്ചോളും. ഒരുപാട് കഥകൾ അതിൻ്റെ ഇടയിൽ ഓർത്ത് വന്ന് പറയും ചെയ്യൂ കേട്ടോ. ഇല്ല കപ്പയും കഴിക്കില്ല. കുറച്ച് വെക്കടാ, താഴെ പോകണ്ട. കളച്ചത് അപ്പൊ തീ കുറച്ചിടോ. പായസം ചെറുത് അങ്ങനെയല്ല, വെള്ളം നമശിവിൻ്റെ ക്ലാസ്സിൽ ആരോ മസ്കാബിന് കൊണ്ടുവന്നു കേട്ടാ. അതിൻ്റെ വിശേഷമാണ് നമശിവ് പറയണേ. അപ്പോൾ നമശിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് ഞാൻ തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചു വെറുതെ പറയാമെന്ന്. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും എനിക്കത് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതെന്നൊക്കെ. വിശേഷങ്ങൾ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ട് കേട്ടോ. പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഓർമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുക. അവനെങ്ങനെയാണെന്നറിയോ, അവൻ എല്ലാ
ഒക്കെ പോലും പഴുത്തത് ചേർക്കണം. സപ്പോട്ട ഒരെണ്ണം പോലും പഴുത്ത അതുമെന്ന് കിട്ടില്ല കേട്ടാ. ഞങ്ങൾ മൂക്കണത് പൊട്ടിച്ച് കൊണന്ന് വെച്ചിട്ടാണ് പഴുപ്പിച്ച് തിന്നണേ. അതിപ്പോൾ ഏത് ഫ്രൂട്ടാണെങ്കിലും അങ്ങനെയാണ്. ചിലതൊക്കെ നമുക്ക് പഴുത്തതുമെന്ന് കിട്ടും. ഇപ്പം അബിയു പോലും നമുക്ക് പഴുത്തത് കിട്ടാത്ത അവസ്ഥയാണ്. കിളികൾ കൊത്തിപ്പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് അഞ്ച സപ്പോർട്ട് ഇഷ്ടമാണ്, എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്, ജാനുവിനും ഇഷ്ടം, സംശയനും പ്രശാന്തേട്ടൻ എന്തോ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ സപ്പോർട്ട. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. സന്ധിച്ചിട്ടേക്ക്, സ്മിച്ചിട്ടേക്ക്, ശ്രീകുട്ടന്, അമ്മണിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ജാനുവിന് ഇരിക്കുമ്പോഴത്തേക്കും ജാനുവിൻ്റെ പഠിപ്പ് തീരൂട്ടാ. ഇനി ഞാൻ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടും പഠിക്കാൻ കൊടുക്കണം. അതാണ് എന്നത്തെ അവസ്ഥ. അപ്പോൾ അതേ പഠിപ്പ് കഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണ വരവാണത്. ഇന്ന് ഹെൽപ്പ് ചെയ്ത് എന്താക്കും എന്നറിയില്ല കേട്ടാ. സ്കൂളിൽ നിന്ന് വന്ന് മേലുകഴലൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി അത്. അവൾക്കാണിച്ച് ഇതിലിറങ്ങുമ്പോഴേക്കും ചൊറിയണ ആളാ. ഇനി വീണ്ടും കുളിക്കേണ്ടി വരും. അതിലിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക. പോവാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. മുഖത്തൊക്കെയാണോ ചൂലിയാൻ? അങ്ങനെ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ റൈറ്റ് സൈഡിലത്തെ ഒരു ചെറിയ പോർഷനുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വേഗം തീർന്നുണ്ട്. ഇനിയാണ് നമ്മുടെ വലിയ പോർഷനായിട്ടുള്ള ലെഫ്റ്റ് സൈഡ് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ടും കൂടി പോവാം. വെട്ടിയിട്ടുണ്ടായില്ല ഒരു കൊമ്പ്. മുള്ളമ്പഴം പോലെ അതിന്റെ ചെറിയാണോ പറയണേ? പച്ച കുരു പോലെ കായ. പൂവ് പിങ്ക് പൂവല്ലേ?
ബലം വരുന്നത് നെഞ്ചത്തിക്കല്ലേ കയ്യുമെന്ന്. ഞാൻ ഇത് നടത്തി ഞാൻ പോവാട്ടാ. ആ എന്തിട്ട് മതിയാനാ എനിക്ക് ചൊറിയണം. ഞാൻ പോയിട്ട് ഞാൻ കൈകാലം പോകും. അപ്പൊ എന്തായാലും കഴിഞ്ഞാൽ ഇവിടെ അവന്റെ പുള്ളി അടുപ്പത്തില്ലെങ്കിൽ ഒന്നിനും സമാധാനം ഇല്ല. അത് അടപ്പത്ത് നിറക്കി വെക്കാണ്. വേണ്ട പിന്നെ നടത്തില്ല കൊണ്ടിടും. ജാനു ഹെൽപ്പ് ജാനു
ഈ പരിപാടി നിങ്ങൾ കാണുന്നത് ഒരു 10-30 മിനിറ്റിലാണെങ്കിലും ഞങ്ങളിത് ചെയ്ത് തീർത്തത് നല്ലോണം സമയം എടുത്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലോണം വെയ്യാണ്ടാവും. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇതുപോലെ തന്നെയാവും. വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യണം. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ഇന്ന് അമ്മ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായി. അല്ലെങ്കിൽ ഞാനും പിള്ളേരും കൂടിയേ ചെയ്യുക. അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പം നല്ലോണം ഇരുട്ടായി തുടങ്ങി. ഞാനപ്പോൾ ജാനുവിനോട് ലേറ്റ് ഇടാൻ പറഞ്ഞേക്കാണ് കേട്ടോ, പുറത്തത്തെ ലേറ്റ്. അതിനിടയിൽ 2-3 തവണ അമ്മ പരിപാടി നിർത്തി അമ്മ കപ്പ കഴിക്കാൻ വേണ്ടി പോയിട്ടാ. ഞാൻ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലോ വെച്ചിട്ടാണ് ഈ കപ്പ എന്ന് പറയണത്. ഞങ്ങൾ കൂടുതലും കൊള്ളിന്നാണ് പറയുക. അപ്പോൾ കൊള്ളി പുഴുങ്ങിയത് കഴിക്കാനായിട്ട് ഇടയിൽ അമ്മ പോയിട്ടുണ്ട്. പിന്നെ ഇടയിൽ വന്നിട്ട് അത് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി കളയണമുണ്ട്. അതിൻ്റെ ഇടയിൽ പറയണുണ്ട് കേട്ടാ, എടി നിർത്തിക്കോടി, ബാക്കി നാളെ ചെയ്യാം, വെയ്യെങ്കിൽ നിർത്തിക്കോന്ന് പറയണുണ്ട്. എനിക്ക് എത്ര വെയ്യെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ പരിപാടി തീർക്കാണ്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തീരുന്നു പറഞ്ഞുകൊണ്ട് എപ്പോൾ തുടങ്ങിയ പണിയാണെന്നറിയോ. അപ്പം ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് തീർന്ന് കഴിയുമ്പോൾ ആ റിസൾട്ട് കാണുമ്പോഴേ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ ഈ സംഭവമൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞുകൂടെ ഈ വക പണികളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ പറയാണ്, ഇങ്ങനെ പുല്ലും മുള വയ്ക്കുമ്പോഴുള്ള കാര്യം ഉറപ്പായിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ മുളയ്ക്ക് എന്തോരം ഇലകളുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഇല താഴെ വീണ് കിടക്കണ പോലെ കൊഴിയും. അത്ര അധികം കൊഴിയും. പക്ഷേ മുള കണ്ടാൽ തോന്നില്ല അതുമത്തെ ഇലകൾ കൊഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ലാൻഡ്സ്കേപ്പ് ക്ലീനിങ് ഏകദേശം തീർന്നു മക്കളെ. എന്തുട്ട് കാറ്റായിരുന്നു എന്നറിയോ. മുകളിലുള്ള ഇലകളെക്കാളും കൂടുതൽ താഴെയായിരുന്നു കിടന്നിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു വിധത്തിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ടെർമിനാലിയയുടെ ഒക്കെ കുഞ്ഞിലകൾ കിടക്കുന്നുണ്ട്, അത് കിട്ടണില്ല. എന്തായാലും വലിയിലകളൊക്കെ തീർത്തിട്ടുണ്ട്. കണ്ടോ, ക്ലീൻ ആയില്ലേ. അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.